അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം അഥവാ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഹാർട്ട്. അറബിക്കാണെങ്കിൽ നമ്മൾ തസ്കിയ എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ ഹൃദയമില്ലേ, നമ്മൾ ജനിക്കുന്ന സമയത്ത് അല്ലാഹു താല സൃഷ്ടിച്ചേക്കുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ടുള്ളൊരു ഹൃദയത്തോടു കൂടിയാണ് അല്ലാഹു താല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മുടെ ഹൃദയം നല്ല തെളിച്ചവും നല്ല സൗന്ദര്യവും നിറഞ്ഞതായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫ് ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്തിലെ അത് മങ്ങും, അത് ഫെയ്ഡാവും, അതിൽ അഴുക്ക് പിടിക്കും. ചിലപ്പം മുഴുവനായിട്ട് അതൊരു കരിഞ്ഞ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ഹൃദയം മാറുകയും ചെയ്യും. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴുക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോപമുണ്ട്, ആളുകൾക്ക് മൈൻഡിലുണ്ടാകുന്ന അസൂയയുണ്ട്, പിന്നെ കളവ് പറയലുണ്ട്, പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഈ ലോകത്ത് കാണപ്പെടുന്ന വസ്തുക്കളോടുള്ള അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, പിന്നെ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി. അതായത് ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ അല്ല. പോസിറ്റീവ് കോമ്പറ്റീഷൻ മീൻസ് നമുക്ക് ഇപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം എന്താ പറയുന്നത്, ആ ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ്റെ കാര്യമല്ല പറയുന്നത്. ദീനിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനല്ല, വേറെ എല്ലാത്തിലും മറ്റുള്ളവരോട് മത്സരിക്കാനുള്ള ഒരു മനോഭാവം, പിന്നെ എപ്പോഴും ഐ ആം ദി ബെസ്റ്റ് എന്നുള്ളൊരു ചിന്ത, പിന്നെ ബാക്ക് ബൈറ്റിങ്, അതായത് നമ്മുടെ കൂടെ നിന്ന് സംസാരിച്ചിട്ട് നമ്മളങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മളെ പറ്റിയിട്ട് കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ തെറ്റുകളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ മലിനമാക്കും കേട്ടോ. നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അഴുക്ക് പിടിച്ച വസ്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു ഡിഷ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ കഴുകി അത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഈ ശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മലിനമായിട്ടുള്ള ആ ക്രിസ്റ്റൽ കഴുകി തിളക്കമാർന്ന, ആദ്യം നമ്മൾ ജനിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു പ്യൂരിറ്റിയിലോട്ട് നമ്മൾ എത്തിക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ് കേട്ടോ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഓൺ ദ സ്പോട്ട് നമുക്കത് പോസിബിൾ അല്ല. കാരണം നമ്മളെ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ന്യൂനതകൾ എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയതിനൊക്കെ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ ഒരു പ്രോസസ്സിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ശരീരത്തിലൊരു മുറിവ് പറ്റി. അപ്പോൾ ഡോക്ടേഴ്സ് എന്താ ചെയ്യുക, അവർ ആദ്യം അത് ക്ലീനാക്കും. പിന്നെ അതിന് വീണ്ടും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരും. പിന്നെ ആ മുറിവ് ഭേദമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ മരുന്നും തന്നു വിടും അല്ലേ. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം അതുപോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അസൂയ, കോപം, ദേഷ്യം, പിന്നെ നമ്മുടെ ഈമാനിലുള്ള ഒരു ഹൈറ്റും ഒരു ലോയും പോയിൻറ്റ്സ് ഉണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യൂർ ചെയ്തതിന് ശേഷം വേണം നമുക്ക് അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടും നമ്മുടെ ഈമാനിൻ്റെ ഉയർച്ച കൊണ്ടും ഖുർആൻ കൊണ്ടും ദിക്റുകൾ കൊണ്ടും ഒക്കെ നമ്മുടെ ഹൃദയത്തെ നിറച്ചതിന് ശേഷം നമുക്ക് പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാർട്ടിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓക്കെ ശരി, ഞാൻ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്, ഞാൻ മാനസികമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എൻ്റെ ഹാർട്ടിനൊരു പ്യൂരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ് ഹൃദയം ശുദ്ധിയാക്കി നമ്മുടെ ഈമാനൊക്കെ ഒരു ഹൈറ്റിലെത്തി എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല. മറിച്ച് നമ്മളെങ്ങനെയാണ് വീട് നോക്കുന്നത്, വീട് നമ്മൾ സ്ഥിരം ഡെയിലി ഒരു പ്രോസസ്സാണല്ലേ. ഡെയിലി നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നാലേ പിന്നീട് അടിഞ്ഞു കൂടുന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനും പുതിയതായിട്ടൊന്നും അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കേസ്.
ഡെയിലി നമ്മളതെന്ത് ചെയ്യണം, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഫസ്റ്റ് ക്ലീനിങ്, അതായത് നമ്മൾ ഇപ്പം വീടിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു ഡീപ്പ് ക്ലീൻ ചെയ്യണം. മനസ്സിലായോ? ഇത്രയും നാൾ നമ്മൾ ക്ലീൻ ചെയ്യാതിട്ടേക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ഡീപ്പ് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്തേ മതിയാവത്തുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണല്ലേ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ് ഉള്ളവരാണ്. നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒരു വേരിയേഷൻ നമ്മുടെ ഹൃദയത്തിന് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഒരു റുട്ടീൻ എന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിനകത്ത് ഏർപ്പെടണം കേട്ടോ. ഖുർആനിൽ തന്നെ അള്ളാഹു 4 പ്രാവശ്യം തസ്കിയയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന ദൗത്യങ്ങളിലൊന്ന് തന്നെ മനുഷ്യരുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളൊരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇത് ഓരോ മുസ്ലിമിനും വ്യക്തിഗതമായിട്ടുള്ളൊരു കടമയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യണം. അതായത് നമ്മുടെ പ്രശ്നം എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രശ്നം കോപമാണോ? എൻ്റെ പ്രശ്നം അസൂയയാണോ? അതോ ഞാൻ ആരെങ്കിലുമൊക്കെ ഈ ബാക്ക് ബൈറ്റ് ചെയ്യുന്നുണ്ടോ? അതോ എൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ ഈമാൻ പ്രോപ്പറാണോ? അള്ളാഹുവിലുള്ള എൻ്റെ വിശ്വാസം എല്ലാ സമയവും ഒരുപോലെ ആണോ? അത് കുറഞ്ഞു പോകുന്നുണ്ടോ? പല കാര്യങ്ങളിലും എനിക്ക് സംശയം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പേഴ്സണലി ഒന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് എഴുതിയും വെക്കാം. എഴുതി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. എല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കെല്ലാവർക്കും പേഴ്സണലി നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ? സ്വന്തം വീക്ക്നെസ്സും മിസ്റ്റേക്സും മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം എല്ലാ മനുഷ്യർക്കും പെർഫെക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് സ്വന്തമായിട്ട് ചിന്തിക്കാനും മറ്റുള്ളവരത് പറയുന്നത് കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എക്സ്ട്രാ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി നമുക്കറിയില്ല, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ മലക്കുകളൊന്നുമല്ലല്ലോ. നമ്മൾ പല കാര്യങ്ങളിനകത്തും ഇടപെട്ടും ഒക്കെയാണ് ഡെയിലി നമ്മുടെ ലൈഫ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. ഫസ്റ്റ് നമ്മളൊരു ഈ ഒരു പ്രോസസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്തിൽ നാച്ചുറലി 4 കാര്യങ്ങളിനകത്ത് ഒരു റിഡക്ഷൻ സംഭവിക്കും. അതായത് നമ്മുടെ ഈ ഓവറായിട്ടുള്ള സംസാരം ഉണ്ടല്ലോ, അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടൊക്കെ നമ്മൾ കയറിയിട്ട് സംസാരിക്കുന്നതും ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്തും കയറിയിട്ട് അഭിപ്രായം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നാച്ചുറലി കുറയും. പിന്നെ നമുക്കെപ്പോഴും ഒരു ഇബാദത്ത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ പോയി കിടന്നുറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും. അതായത് നാച്ചുറലി നമ്മുടെ ഓവറായിട്ടുള്ള സംസാരം കുറയും. പിന്നെ നമ്മുടെ ഉറക്കം കുറയും. പിന്നെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയുണ്ട്. അതായത് എനിക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനും സ്ട്രെസ്സും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഓവറായിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് ഇൻ ദ സെൻസ് ഞാൻ നമ്മുടെ സ്വീറ്റ്സ് മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അനാവശ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അഭിപ്രായം പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം നാച്ചുറലി കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ദിക്ർ ഇങ്ങനെ പ്ലേ ആവും. അതായത് നമ്മൾ വെറുതെ നിൽക്കുവാണെങ്കിലും ഇല്ലേ, നമുക്കുള്ളിൽ ആ ഒരു ബീറ്റ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ദിക്ർ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദിക്റുണ്ടല്ലോ, നമ്മുടെ ഈ അഴുക്ക് പിടിച്ച ഹൃദയത്തിനെ കഴുകാനുള്ള ഒരു സോപ്പ് പോലെ വർക്ക് ചെയ്യും. അതായത് നമ്മൾ ദിക്ർ വർദ്ധിപ്പിക്കുന്നതനുസരിച്ചില്ലേ നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവും കേട്ടോ. അത് ആ ഒരു ഭാഗത്ത് ആ പ്യൂരിറ്റി വന്നിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഖുർആൻ വായിക്കുന്നത്, പിന്നെ ഖുർആൻ നമ്മൾ മാക്സിമം ഹിഫ്ള് ചെയ്യുന്നത്, പിന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ആൻഡ് ഈവനിങ്ങിലുള്ള ദിക്റുകളും ദുആയും ഉണ്ടല്ലോ, അതൊക്കെ പതിവാക്കി ചെല്ലുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചുറ്റും കാണുന്ന എന്തിനകത്തും അള്ളാഹുവായിട്ട് നമുക്ക് ബന്ധിപ്പിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ കണ്ടു. നമ്മൾ ഇതുവരെ ലൈഫിൽ അങ്ങനെ ഒരു ഗാർഡൻ കണ്ടിട്ടില്ല. പക്ഷേ അത് കാണുന്ന സമയത്തില്ലേ, നമ്മൾ അതിലോട്ട് ഇറങ്ങിയിട്ട് എന്താ ഭംഗി, ആൾക്കാർ എന്താ ഈ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്തില്ലേ,
ഈ ഭൂമിയിൽ വെറും മനുഷ്യരായിട്ടുള്ള നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ അള്ളാഹു താലയ്ക്ക് എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? മനസ്സിലായോ? ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ തോട്ട് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ലൈഫിനെ മാറ്റാൻ നമുക്ക് കഴിയുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് പ്യൂരിഫൈ ചെയ്ത് കിട്ടും കേട്ടോ. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ദിവസവും തുടരുന്ന സമയത്തില്ലേ, നമ്മുടെ ഹൃദയം ക്രമേണ മാറും. പിന്നെ കൂടുതൽ ശാന്തതയോടെയും കൂടുതൽ നന്ദിയോടെയും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഈ ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സ്വഭാവം പൊതുവേ സ്ത്രീകൾക്കുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൊതുവേ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ നമുക്ക് പെട്ടെന്ന് വിഷമിക്കാനും പെട്ടെന്ന് ദേഷ്യം വരാനും മൂഡ് സ്വിങ്സ് വരാനും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നാച്ചുറലി കുറയും. പിന്നെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് കുറയും. അപ്പം നമുക്ക് കിട്ടുന്ന കാര്യത്തിനോട് നമുക്ക് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും ഇല്ലേ, അതെന്തെങ്കിലും ഹൈറിന് വേണ്ടിയിട്ടായിരിക്കും നമുക്കത് തടയപ്പെട്ടതെന്ന് ആലോചിച്ചിട്ട് നമുക്ക് അൽഹംദുലില്ലാ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ആ ഒരു പ്യൂരിഫൈഡ് ഒരു ഹാർട്ട് ഉള്ള ഒരു സ്റ്റേജിലൂടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഖുർആനിലെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും കേട്ടോ. പിന്നെ നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ അള്ളാഹുവായിട്ട് ഒരിക്കലും ബ്രേക്ക് ആവാത്ത തരത്തിലൊരു ബോണ്ട് നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പോലെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ബേസിക് ഒരു ഐഡിയ ഇതാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ വ്യൂ പോയിൻറ്റിൽ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇന്നത്തെ കാലത്തിലെ നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണിത്. അതായത് നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ. നമ്മൾ ഇങ്ങനെയുള്ള ഈ ദേഷ്യം, ഈ സെൽഫിഷ്നെസ്, ഈ കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി, പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിനോടുള്ള ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, സ്ട്രെസ്സ്, ആങ്സൈറ്റി അങ്ങ് തുടങ്ങി ഇങ്ങനെയുള്ള വൈറസുകളുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ആത്മാവിലെ പതുക്കെ ഒരു രോഗിയെ പോലെയായിട്ട് ആയി മാറും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോടൊരു താല്പര്യമില്ലാതെ നമുക്ക് ഭയങ്കര ഫീലിംഗ് എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ലാത്ത പോലെ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ നടക്കും. അതായത് എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് നല്ലത് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കുറച്ച് എനർജി കിട്ടിയേനെ. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അതുപോലുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ആയിത്തീരും കേട്ടോ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതാണ് കറക്റ്റെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കുന്നത്. കാരണം അവർക്ക് ഉള്ളിൽ ആ ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ അവർ പുറത്തുനിന്ന് അത് തിരയുവാണ്. പക്ഷെ നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈ ആയി കഴിഞ്ഞാലില്ലേ, നമുക്ക് നല്ല സമാധാനവും അല്ലാഹു തആലയായിട്ടുള്ള ഒരിക്കലും ബ്രേക്ക് ആവാത്ത ഒരു ബോണ്ട് നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൃദയമില്ലേ പഴയതുപോലെ തന്നെ ആ ഒരു ക്രിസ്റ്റൽ പോലെ തന്നെ തിളങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.